യെസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് സെക്ഷൻ 22 അല്ലെ, അല്ലെങ്കിൽ IPC സെക്ഷൻ 84 ആ ഒരു ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നുണ്ടായിരുന്നത് അല്ലെ. അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഭാഗമാണ്. എടുത്ത അത്രയും ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, യെസ്, 1 സെക്കൻഡ്. യെസ്, എക്കോ അടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ ആ ഇഷ്യൂ? ബാക്കിയുള്ളവർക്കുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയണേ. അഞ്ജിതോക്കിൽ ഇല്ല എന്ന് പറയുന്നത്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഈ എക്കോ അടിക്കുന്ന ഇഷ്യൂ ഉണ്ടോ? നോ അല്ലെ. യെസ്. അപ്പം എനിക്ക് തോന്നുന്നു വക്കീല അതാരാ പറഞ്ഞതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് എൻട്രി ചെയ്ത് നോക്കൂട്ടോ. നിങ്ങളുടെ അവിടുത്തെ പ്രശ്നമാവാൻ സാധ്യത, വേറെ ആർക്കും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ 22 ആണ്. സെക്ഷൻ 22 ഓൾറെഡി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിന്റെ കേസ് ലോസിലേക്ക് കിടക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകേണ്ട ഭാഗമാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, സോ സെക്ഷൻ 22 എന്ന് പറയുന്നത് IPC എത്രയാണ്? സെക്ഷൻ 84 ആണ്. നമുക്കറിയാം അതിന്റെ മീനിങ് എന്താണ്. An act is not an offense if at the time of doing it the person is of unsound mind. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അൺസൗണ്ട്നെസ്സിനകത്ത് അൺസൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഒരു വ്യക്തി ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് അത് ഒഫൻസ് അല്ലാതെ ആവാവുന്ന ഒരു ഡിഫൻസ് ആണ്. എന്താണ് സെക്ഷൻ 22 പ്രകാരം പറയുന്ന അൺസൗണ്ട്നെസ്. അപ്പോൾ ഒന്ന്, ആ വ്യക്തി അൺസൗണ്ടഡ് ആയിരിക്കണം. ഒന്ന്. രണ്ട്, ബിക്കോസ് ഓഫ് ദാറ്റ് അൺസൗണ്ട്നെസ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് നോവിങ് ദ നാച്ചർ ഓഫ് ദ ആക്ട്. ആ അൺസൗണ്ട്നെസ് കൊണ്ട് ആ നാച്ചർ എന്താണ്, ചെയ്യുന്ന ആക്ടിന്റെ നാച്ചർ, ആ ചെയ്യുന്ന ആക്ടിന്റെ നാച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവില്ലാത്ത അവസ്ഥ. ഇൻകേപ്പബിൾ ഓഫ് നോവിങ് ദ നാച്ചർ ഓഫ് ദ ആക്ട് ഓർ ദാറ്റ് ദ ആക്ട് ഈസ് റോങ് ഓർ കോൺട്രറി ടു ലോ. അത് തെറ്റാണോ അല്ലെങ്കിൽ നിയമത്തിന് എഗെയിൻസ്റ്റ് ആണോ, കോൺട്രറി ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാനുള്ള കഴിവില്ലാത്ത അവസ്ഥ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അൺസൗണ്ടഡ് ആയിട്ടിരിക്കുക, അവർക്ക് എന്താണ് ആ ആക്ടിന്റെ നാച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള, അറിയാനുള്ള കഴിവില്ലാതിരിക്കുക, അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആക്ട് റോങ് ആണെന്നോ അല്ലെങ്കിൽ കോൺട്രറി ടു ലോ ആണെന്നോ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ലാതിരിക്കുക. ഇത്രയും എലമെന്റ്സ് കൂട്ടിച്ചേരുമ്പോഴാണ് അൺസൗണ്ട്നെസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷന്റെ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആവുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ ലീഗൽ പ്രിൻസിപ്പിൾ എന്താ? ഡിഫൻസ് ഓഫ് ഇൻസാനിറ്റി ആണത് അല്ലെ. ഡിഫൻസ് ഓഫ് ഇൻസാനിറ്റി ആണ് ഇത്. ബേസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്, ബേസ് ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് മക്നോട്ടൺ റൂൾ ആണ്. എന്താണ് മക്നോട്ടൺ റൂൾ എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേസിലോ അടക്കം ഡിസ്കസ് ചെയ്യാം. ഇറ്റ് സേസ് എ പേഴ്സൺ കനോട്ട് ബി ഹെൽഡ് ക്രിമിനലി റെസ്പോൺസിബിൾ ഇഫ് ഡ്യൂ ടു മെന്റൽ ഇൽനെസ് ഹി ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി വാസ് ഡൂയിങ് ഓർ വാട്ട് ഹി വാസ് ഡൂയിങ് റോങ്. അപ്പൊ കറക്റ്റ് ആണോ, അത് ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു ആക്ട് ചെയ്യുമ്പോൾ അത് എന്താവുന്നില്ല, ഒഫൻസ് ആവുന്നില്ല എന്നുള്ളതാണ് മക്നോട്ടൺ റൂളിൽ പറയുന്നത്. അവിടെ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ കണ്ടീഷൻസ് ഫോർ എക്സംഷൻ എന്തൊക്കെയാണ്? ദ പേഴ്സൺ മസ്റ്റ് ബി ഓഫ് അൺസൗണ്ട് മൈൻഡ് അറ്റ് ദ ടൈം ഓഫ് ദ ആക്ട് അല്ലെ, നോട്ട് ബിഫോർ ഓർ ആഫ്റ്റർ. ആ ചെയ്യുന്ന ക്രൈം ചെയ്യുന്ന ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ദ ആക്ട് എന്തുണ്ടാവണം? അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം. Clear അല്ലേ? The unsoundness of mind make him incapable of understanding the nature, wrongfulness or illegality of the act. Clear അല്ലേ? The act must be directly caused by the mental disorder. ആ മെന്റൽ ഡിസോർഡർ കാരണം കൊണ്ടായിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ടാവേണ്ടത്, ഈ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഇതൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. സഫറിംഗ് ഫ്രം സിവിയർ സ്കൈസോഫ്രീനിയ കിൽസ് ബി വൈൽ ഇമാജിനിങ് ബി ഈസ് എ ഡെമോൺ. ബി എന്ന് പറയുന്ന ആളൊരു ഡെമോൺ ആണ് എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് ബീനെ എന്ത് ചെയ്യുന്നു, കൊല്ലുന്നു. റീസൺ എന്താണ്? അവരുടെ മെന്റൽ ഇൻസാനിറ്റി ആയിരുന്നു അല്ലെ. ഈസ് നോട്ട് ഗിൽറ്റി ബിക്കോസ് അറ്റ് ദാറ്റ് മൊമെന്റ് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ നാച്ചർ ഓർ റോങ്ഫുൾനെസ് ഓഫ് ഹിസ് ആക്ട് ഡ്യൂ ടു മെന്റൽ ഇൽനെസ്. അപ്പൊ മെന്റൽ ഇൽനെസ് കാരണം കൊണ്ട് ആൾക്ക് എന്താ അറിയാൻ പറ്റുന്നില്ല, ഇത് തെറ്റാണോ ശരിയാണോ എന്താ ചെയ്യുന്നത് എന്നുള്ളതിന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് അദ്ദേഹം എന്തല്ല, ഗിൽറ്റി അല്ല. ശരിയല്ലേ? ബട്ട് ഇഫ് എ വാസ് അവെയർ ഹിസ് ആക്ട് വാസ് റോങ് ഓർ ഇല്ലീഗൽ, ആ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് റോങ് ആണെന്നോ അല്ലെങ്കിൽ ഇത് ഇല്ലീഗൽ ആണെന്നോ ആ അറിവോട് കൂടി തന്നെയാണ് അത് ചെയ്യുന്നത് എങ്കിൽ ഹി കനോട്ട് ക്ലെയിം എക്സംഷൻ ഈവൻ ഇഫ് ഹി ഹാസ് എ മെന്റൽ ഡിസോർഡർ. മെന്റൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് അതിന്റെ നാച്ചറൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഡിഫൻസ് എടുക്കാനായിട്ട് സാധിക്കില്ല. ക്ലിയർ അല്ലേ? ഇതിന്റെ പർപ്പസ് എന്താ?
to ensure that criminal liability arises only when there is both actus reus and mens rea. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്ടസ് റിയസും മെൻസ് റിയും ഉണ്ടെങ്കിൽ മാത്രമേ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവുന്നുള്ളൂ, റൈസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് നന്നായിട്ട് അറിയുന്ന അല്ലെ. ദ മൈൻഡ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഫോമിങ് ഇന്റന്റ്, നോ ഒഫൻസ് എക്സിസ്റ്റ്. മൈൻഡ് ഒരു ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എങ്കിൽ അവിടെ എന്തില്ല, ഒഫൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലെ. സോ ബർഡൻ ഓഫ് പ്രൂഫ് എവിടെയാണ് അലൈ ചെയ്യുന്നത്, ഇവിടെ അക്യൂസിലാണ്. അത് സെക്ഷൻ 108 ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്, 105 ആണ്. അത് BSc എടുക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യെസ്, മെൻസറിയ മാത്രമല്ല, മെൻസറിയ വേണ്ട എന്ന് പറയുന്ന ഒഫൻസ് ഉണ്ട്. അത് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത്. മെൻസറിയ വേണ്ട എന്ന് പറയുന്ന ഒഫൻസ് ആണ്. അപ്പൊ അത് നമുക്ക് BNS-ലെ പല സെക്ഷൻസും പല ഒഫൻസുകളും വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് ആ ആക്ട് ഇറ്റ്സെൽഫ് എന്താണ്, അത് ഒരു ഒഫൻസ് ആണ്. അപ്പൊ അത് കാരണം അവിടെ ഒരു മെൻസറി ഇല്ലെങ്കിൽ പോലും ആ കിഡ്നാപ്പിംഗ് ചെയ്യുന്ന ഒരാൾ എന്തായി കുറ്റകൃത്യമായിട്ട് മാറും. ഓക്കെ, അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. മെൻസറി ഇല്ലാതെ തന്നെ എന്താവുന്നത്, ആക്ട് ഇറ്റ് സെൽഫ് ഒരു ഒഫൻസ് ആയിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒഫൻസുകളുടെ ഭാഗത്ത് എത്തുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. BNS-ന്റെ ഒഫൻസുകൾ തന്നെ പല ഭാഗങ്ങളായിട്ടുണ്ടല്ലോ. ഒഫൻസസ് അഗേൻസ്റ്റ് ഹ്യൂമൻ ബോഡി ഉണ്ട്, വുമൺ ആൻഡ് ചൈൽഡ് ഉണ്ട്, അഗേൻസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അഗേൻസ്റ്റ് ഗവൺമെന്റ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഏരിയ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഏതൊക്കെയാണ് ഈ എലമെന്റ്സ് മിസ് ചെയ്താലും എന്ത് ചെയ്യുന്നത്, അത് ഒഫൻസായി ക്രൈമായി മാറുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ഇനി നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് ബർഡൻ ഓഫ് പ്രൂഫ്. അപ്പം ബർഡൻ ഓഫ് പ്രൂഫിനെ കുറിച്ച് സെക്ഷൻ 108 വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ബർഡൻ ഓഫ് പ്രൂഫ് ഇത്തരത്തിലെ ജനറൽ എക്സെപ്ഷൻസ് വരുന്ന സമയത്ത്, അത് സെക്ഷൻ 22 മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ ജനറൽ എക്സെപ്ഷൻ വരുന്ന സമയത്ത്, അതേപോലെ തന്നെ സ്പെഷ്യൽ എക്സെപ്ഷൻസ്, ജനറൽ എക്സെപ്ഷൻസ് മാത്രമല്ല, BNS-ലെ ജനറൽ എക്സെപ്ഷൻസിലോ സ്പെഷ്യൽ എക്സെപ്ഷൻസ് വരുന്ന സമയത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഹിതയ്ക്കകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിലെ ഏതെങ്കിലും ഒരു പ്രൊവിഷനകത്ത് ഏതെങ്കിലും പ്രൊവിസോ ആയിട്ട് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പ്രൊസ്യൂം ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആരാണ് പ്രൂവ് ചെയ്യേണ്ടത്? ബർഡൻ ഓഫ് പ്രൂഫ് പ്രൂവ് ചെയ്യേണ്ടത് ആരാണോ ആ ഒരു ഡിഫൻസ് എടുക്കുന്നത് അയാളായിരിക്കും. അപ്പൊ ഇവിടുത്തെ ഇൻസാനിറ്റി ആരാ പ്രൂവ് ചെയ്യേണ്ടത്? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസാനിറ്റി ആരാ പ്രൂവ് ചെയ്യേണ്ടി വരിക? ആ അക്യൂസ്ഡ് ആയിരിക്കും. വൈൽ ഡൂയിങ് ദാറ്റ് ആക്ട് ഹി വാസ് അണ്ടർ ഇൻസാനിറ്റി എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആ ഇൻസാനിറ്റി ഡിഫൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന അക്യൂസ്ഡിന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആണല്ലോ? സോ അതുകൊണ്ട് അവിടെ ഒരു ബർഡൻ ഓഫ് പ്രൂഫ് പറഞ്ഞു വെച്ചു. ജനറൽ എക്സെപ്ഷൻ ജനറലി അങ്ങനെയാണ്, ചില സാഹചര്യങ്ങളിൽ അങ്ങനെയല്ല. അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. യെസ്, ഇൻസാനിറ്റി ഇസ് എ റെക്കഗ്നൈസ്ഡ് ഡിഫൻസ് ഇൻ ക്രിമിനൽ ലോ. വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. ആക്ടസ് റിയസും എന്ത് വേണം, അതുപോലെ തന്നെ ആക്ടസ് റിയസും മെൻസറിയും രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ഒരു ക്രിമിനൽ ആക്ട് നടക്കുന്നുള്ളൂ, ഒരു ക്രൈം ആയിട്ട് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ അത് കാരണം തന്നെ ഇൻസാനിറ്റി എന്ന് പറയുന്നത് അവിടെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് ആണ്. അവിടെ മെന്റൽ എലിമെന്റ് ഇല്ലാണ്ടാവുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് നമ്മൾ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ബിക്കോസ് ഹി ലാക്സ് ദ നെസസിറ്റി മെന്റൽ കപ്പാസിറ്റി ടു ഫോം ഇന്റന്റ്. ഇതാണ് അല്ല ക്രക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇൻസാനിറ്റി ഒരു ഡിഫൻസ് ആയി മാറുന്നത്? എന്തുകൊണ്ടാണ് ഇദ്ദേഹം ക്രിമിനലി ലയബിൾ അല്ലാണ്ടായി മാറുന്നത്? ബിക്കോസ് ഹി ലാക്സ് ദ നെസസറി മെന്റൽ കപ്പാസിറ്റി ടു ഫോം ഇന്റന്റ് എന്നുള്ളതുകൊണ്ടാണ്. ദിസ് ഇസ് ഡ്യൂ ടു ഹിസ് കണ്ടീഷൻ ഓഫ് രണ്ട് കണ്ടീഷൻസ് ആണ്. രണ്ട് മാക്സിംസ് ആണ്. ഒന്ന് ഫ്യൂരിയോസി നുള്ള വോളണ്ടസ് എസ്റ്റ് എന്ന് പറയുന്നതാണ്. എ മാഡ് മാൻ ഹാസ് നോ ഫ്രീ വിൽ. അതാണ് അതിന്റെ മീനിങ്. എന്താ? ഫ്യൂരിയോസി നുള്ള വോളണ്ടസ് എസ്റ്റ്. ഫ്യൂരിയോസി നുള്ള വോളണ്ടസ് എസ്റ്റ് എന്ന് പറയുന്നതാണ്. ആ മാക്സിമിന്റെ മീനിങ് എന്താണ്? എ മാഡ് മാൻ ഹാസ് നോ ഫ്രീ വിൽ. മാഡ് മാൻ എന്തില്ല? ഫ്രീ വില്ലില്ല. ഫ്രീ വില്ലോട് കൂടിയിട്ടല്ല അയാൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. രണ്ട്, നോൺ കോമ്പോസ് മെന്റിസ് എന്ന് പറയുന്നതാണ്. നോൺ കോമ്പോസ് മെന്റിസ് എന്ന് പറയുന്നതാണ് നോട്ട് ഹാവിങ് കൺട്രോൾ ഓഫ് വൺസ് മൈൻഡ്. അതാണത്. അദ്ദേഹത്തിന് ഒരു വ്യക്തിയുടെ മൈൻഡിനെ അയാൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതാണ് നോൺ കോമ്പോസ് മെന്റിസ്, നോട്ട് ഹാവിങ് കൺട്രോൾ ഓഫ് വൺസ് മൈൻഡ്. ഇത് രണ്ടും എവിടെ വരുന്നു? ഇൻസാനിറ്റിയിൽ വരുന്നു. ക്ലിയർ അല്ലേ? ഈ രണ്ട് മാക്സിമം എവിടെ വരുന്നുണ്ട്? ഇൻസാനിറ്റിയിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാ? എ മാഡ് മാൻ ആണ് അല്ലെ. മാഡ് മാൻ ഹാസ് നോ ഫ്രീ വിൽ. ഒന്ന്. രണ്ട്, നോട്ട് ഹാവിങ് കൺട്രോൾ ഓഫ് വൺസ് മൈൻഡ്. അവർക്ക് എന്തില്ല? സ്വയം മൈൻഡ് കൺട്രോൾ ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്നു. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സീരീസ് ഓഫ് ജഡ്ജ്മെന്റ്സ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ജഡ്ജ്മെന്റ്സ് മാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ദയാഭായ് ഛഗൻഭായ് താക്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. എന്താണ്? ദയാഭായ് ഛഗൻഭായ് താക്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് 1964 കേസ് ലോ ആണ്. എന്താണത്?
insanity for the purpose of section 22 or 84B IPC anna BNS illa 84 IPC ആണ് should be of such a nature that it completely impairs the cognitive faculty of the mind to such an extent that the person is incapable of knowing the nature of his act or that what he is doing is either wrong or contrary to law. സിമ്പിൾ ആണ്. എന്താ പറഞ്ഞത്? ഈ ഒരു കോഗ്നിറ്റീവ് ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലെ? അതൊരു ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഇതെന്താണ് ചെയ്യുന്ന ആക്ടുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ്, ഒരാളുടെ കഴിവിനെയാണ് കോഗ്നിറ്റീവ് ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കേസിലൊക്കെ അകത്ത് എന്താ പറയുന്നത്, ഇൻസാനിറ്റി എന്ന് പറയുന്ന ഡിഫൻസ് എടുക്കണമെങ്കിൽ സച്ച് എ നാച്ചർ ദാറ്റ് ഇറ്റ് കംപ്ലീറ്റ്ലി ഇമ്പയർസ് ദ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി. ഒരാളുടെ മൈൻഡിന്റെ ഈ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി ശരിയാണോ തെറ്റാണോ, എന്താണ് ഇത് ചെയ്യുന്നത്, ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, കോൺസിക്വൻസസ് എന്താണ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് കംപ്ലീറ്റ്ലി ഇമ്പയർ ആയി പോവുക, അത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവുക, അങ്ങനെ ഒരു കഴിവ് ഇല്ലാണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? such an extent that the person is incapable of knowing the nature of his act or what he is doing is either wrong or contrary to law. ഇത് മനസ്സിലാക്കാനായിട്ട് പൂർണ്ണമായിട്ടും കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാലാണ് അയാൾ എന്ത് ചെയ്യാൻ പറ്റുക, ഇൻസാനിറ്റി എന്ന് എടുക്കാൻ പറ്റുക, ആ ഒരു ഡിഫൻസ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ കേസ് ലോക്ക് അകത്ത് പറയുന്നത്. അടുത്തൊരു കേസ് ലോ ആണ് ദേവിദാസ് ലോക റാത്തോഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. 2018 കേസ് ലോ ആണ് ദേവിദാസ് ലോക റാത്തോഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. എന്താ ഇതിനകത്ത് പറയുന്നത്? ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ നാച്ചർ ഓഫ് ഇൽനെസ്, ട്രീറ്റ്മെന്റ് thereof and its correlation with the offense committed. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. എന്താ? ഒന്ന്, നാച്ചർ ഓഫ് ഇൽനെസ്, എങ്ങനെയുള്ള ഇൽനെസ് ആണ് ഇയാൾക്കുള്ളത്, ടെമ്പററി ആണോ പെർമനന്റ് ആണോ, ഏത് തരത്തിലാണുള്ളത് എന്നുള്ളത്, നാച്ചർ ഓഫ് ഇൽനെസ്. രണ്ട്, ദ ട്രീറ്റ്മെന്റ് thereof, അതിനു വേണ്ടിയിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്, ആ ട്രീറ്റ്മെന്റ്. ആൻഡ് ഇറ്റ്സ് കോറിലേഷൻ വിത്ത് ദ ഒഫൻസ് കമ്മിറ്റഡ്, അയാളൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തപ്പോൾ അതും ഈ പറഞ്ഞ കാര്യങ്ങളും തമ്മിലുള്ള റിലേഷൻസ് ഉണ്ടോ, അതായത് ഇൽനെസ് ഉണ്ട് പക്ഷെ ഈ ഒഫൻസിന് ആ ഇൽനെസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അപ്പോ ഇൻസാനിറ്റി നിലനിൽക്കുമോ? നിൽക്കില്ല എന്നാണ് ഈ കേസ് ലോ പറയുന്നത്. അപ്പൊ ഇത് മൂന്നും എന്തുണ്ടാവണം? കോറിലേറ്റഡ് ആയിരിക്കണം. അതായത് ഇൽനെസ് ഉണ്ടാവണം, ട്രീറ്റ്മെന്റ് ഉണ്ടാവണം, ആ ഒഫൻസ് ഒരെണ്ണം കമ്മിറ്റ് ചെയ്യണം, ഈ ഒഫൻസിനുമായിട്ട് ഈ ഇൽനെസ്സും ട്രീറ്റ്മെന്റും എന്തായിരിക്കണം? കോറിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസാനിറ്റി ടെസ്റ്റ് യൂസ് ചെയ്ത് അവർക്കൊരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. മേ ബി എ ഫാക്ടർ ഓഫ് കൺസിഡറേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻസാനിറ്റി മെൻഷൻഡ് അണ്ടർ സെക്ഷൻ 22. ഇതാണ് ദേവിദാസ് റാത്തോഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയിലെ പറയുന്നത്. നെക്സ്റ്റ്, കൈൻഡ്സ് ഓഫ് ഇൻസാനിറ്റിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇൻസാനിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം? പല തരത്തിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒന്ന്, ഡിമെൻഷ്യ നാച്ചുറലിസ് എന്ന് പറയുന്നതും ഡിമെൻഷ്യ ആക്സിഡൻഷ്യലിസ് എന്ന് പറയുന്നതുമാണ്. എന്താണ് ഡിമെൻഷ്യ നാച്ചുറലിസ് എന്ന് പറയുന്നത്? എന്താ? ഇറ്റ് മീൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ ഹു ആർ ഇൻസൈൻ ഫ്രം ദ ബർത്ത്, ജന്മന എന്താണ്? ഇൻസൈൻ ആണ്. അങ്ങനെയുള്ള ആൾക്കാരെ എന്ത് വിളിക്കാം? ഡിമെൻഷ്യ നാച്ചുറലിസ് എന്ന് പറയാം. നാച്ചുറൽ ആയിട്ട് അദ്ദേഹം ജനിച്ചപ്പോൾ മുതൽ എന്താണ്? ഇൻസൈൻ ആണ്. ഡിമെൻഷ്യ ആക്സിഡൻഷ്യലിസ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ദാറ്റ് പേഴ്സൺ ഹു ബിക്കംസ് ഇൻസൈൻ ആഫ്റ്റർ ഹിസ് ബർത്ത്. ബർത്തിന് സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? അവര് ഇൻസൈൻ ആയിട്ട് മാറുന്നു. സോ അതാണ് ഡിമെൻഷ്യ ആക്സിഡൻഷ്യലിസ് എന്ന് പറയുന്നത്. ഇൻ ബോത്ത് ദ കേസസ്, ഇഫ് കണ്ടീഷൻസ് ഓഫ് 22 സെക്ഷൻ 22-നകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ദ ഡിഫൻസ് വിൽ ബി അവൈലബിൾ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം എന്തൊക്കെയായിരുന്നു നമ്മുടെ ഇൻസാനിറ്റി ടെസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സെക്ഷൻ 22-നകത്ത് പറഞ്ഞത്, അതിൽ പറയുന്ന ഇച്ച് ആൻഡ് എവറി കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അത് ഡിമെൻഷ്യ നാച്ചുറലിസ് ആയിക്കോട്ടെ ഡിമെൻഷ്യ ആക്സിഡൻഷ്യലിസ് ആയിക്കോട്ടെ, രണ്ടുപേരും എന്ത് തന്നെയാണ്? ഇൻസാനിറ്റി പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം. Then legal insanity, medical insanity. ഇതാണ് മറ്റൊരു ഇൻസാനിറ്റിയുടെ ഡിഫറൻഷിയേഷൻ. ലീഗൽ ഇൻസാനിറ്റി ഈസ് എ ലീഗൽ ഡിഫൻസ് അണ്ടർ സെക്ഷൻ 22. സെക്ഷൻ 22 പ്രകാരമുള്ള ലീഗൽ ഡിഫൻസ് ആണ് ലീഗൽ ഇൻസാനിറ്റി. അതിന് എന്താണ്? സെക്ഷൻ 22-ന്റെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. വേർ ദ അക്യൂസ്ഡ് മസ്റ്റ് ബി ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നാച്ചർ ഓഫ് ദ ആക്ട് ഓർ ദാറ്റ് വാസ് റോങ് അറ്റ് ദ ടൈം ഓഫ് ദ ഒഫൻസ്. അല്ലെ? ഇല്ലീഗൽ ആണെന്ന് അറിയാതിരിക്കുക, അല്ലെ? അത്തരം സാഹചര്യങ്ങൾ, ആ 22-ന്റെ കണ്ടീഷൻസ് ആണ് ലീഗൽ ഇൻസാനിറ്റി എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ബൈ ഡോക്ടറാണ്. ഡോക്ടറുടെ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാണ് ഇയാൾ മെഡിക്കൽ ഇൻസാനിറ്റി ആണോ എന്നുള്ളത്. മെഡിക്കൽ ഇൻസൈൻ ആണ്. പക്ഷെ ആ മെഡിക്കൽ ഇൻസൈൻ ആണ് എന്നുള്ളത് കൊണ്ട് ലീഗൽ ഇൻസൈൻ ആവണമെന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ദാറ്റ് ഒഫൻസ് എന്തുണ്ടാവണം? ആ ഇൻസാനിറ്റി ഉണ്ടാവണം. മെഡിക്കൽ ഇൻസാനിറ്റി ഈ പറഞ്ഞ പോലെ പെർമനന്റ് ആവാം, ടെമ്പററി ആവാം. ടെമ്പററി ആയിട്ടുള്ള മെഡിക്കൽ ഇൻസാനിറ്റി ഒരു പക്ഷേ ലീഗൽ ഇൻസാനിറ്റി ആവണമെന്നൊന്നുമില്ല. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ബട്ട് നോട്ട് ഓൾ മെഡിക്കൽ ഇൻസൈൻ പേഴ്സൺ ആർ ലീഗൽ ഇൻസൈൻ. ക്ലിയർ അല്ലേ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് തംസപ്പ് ഇടാവോ ഓക്കെ ആണെങ്കിലേ?
ഓക്കെ അല്ലേ? യെസ്. സോ ഇനി ആർ വേഴ്സസ് അർണോൾഡ് ദ വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിലേക്ക് കടന്നു. ഇൻസാനിറ്റി ഒരുപാട് ടെസ്റ്റുകളുണ്ട്, പല ടൈപ്പ് ഓഫ് റൂൾസ് ഉണ്ട്. അത് പതുക്കെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ ടെസ്റ്റുകൾ, ഏതൊക്കെ റൂൾസ്, എന്താ പറയുന്നത്, ഇപ്പൊ നിലവിൽ ഏതാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. സോ ആർ വേഴ്സസ് അർണോൾഡ് 1724 ഒരു ടെസ്റ്റ് ആണ് ദ വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന കേസ് ലോ ആണ് ആർ വേഴ്സസ് അർണോൾഡ്. ദ അക്യൂസ്ഡ് എഡ്വാർഡ് അർണോൾഡ് ഷോട്ട് ആൻഡ് വൂണ്ടഡ് ലോർഡ് ഓൺസ്ലോ. ഓൺസ്ലോ എന്ന് പറയുന്ന ആളെ എഡ്വാർഡ് അർണോൾഡ് എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്യുന്നു? വെടിവെച്ച് കൊല്ലല്ല, വൂണ്ട് ചെയ്യുന്നു, പരിക്കേൽപ്പിക്കുന്നു. ഹി വാസ് നോൺ ആസ് മാഡ്നെഡ്. ഇയാൾ അറിയപ്പെടുന്നത് തന്നെ മാഡ്നെഡ് എന്നുള്ള പേരില, ഒരു ഭ്രാന്തനായിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ആൻഡ് സഫേർഡ് ഫ്രം സിവിയർ ഡിലൂഷൻസ്. ഇദ്ദേഹത്തിന് പല മെന്റൽ ഇൻസാനിറ്റി ഉണ്ട്, സിവിയർ ഡിലൂഷൻസ് ഉണ്ട്. ദെൻ ബിലീവിംഗ് ലോർഡ് ഓൺസ്ലോ വാസ് യൂസിങ് വിച്ച് ക്രാഫ്റ്റ് ടു ഹാം ഹിം. അതായത് ലോർഡ് ഓൺസ്ലോ എന്ത് ചെയ്യാണ്? ഇയാളെ ഹാം വരുത്താൻ വേണ്ടിയിട്ട് മന്ത്രവാദം ഉപയോഗിക്കുന്നുണ്ട്, വിച്ച് ക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഉള്ള വിശ്വാസത്തിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്? ആ ഡെലൂഷന്റെ പുറത്താണ് ഇദ്ദേഹം ഇത്തരത്തില് വൂണ്ടിയിപ്പിക്കുന്നത്. ഓക്കെ, ജസ്റ്റിസ് ട്രേസി ഡയറക്റ്റഡ് ദ ജൂറി യൂസിങ് വാട്ട് ബിക്കം നോൺ ആസ് വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റ്. അവിടെ നിന്നാണ് ഈ ഒരു കേസ് ലോയാണ് എന്ത് വരുന്നത്? വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റ് ഉൾപ്പെടുത്തുന്നത്. വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റിലൂടെ എന്താ പറയുന്നത്? ഈ സ്റ്റേറ്റഡ് ദാറ്റ് ടു ബി എക്സ്ക്യൂസ്ഡ് ബൈ ഇൻസാനിറ്റി എ പേഴ്സൺ മസ്റ്റ് ബി എ ടോട്ടൽ മാഡ്മാൻ. അപ്പൊ ഇതിനകത്ത് പറയാണ് ഒരു ടോട്ടൽ മാഡ്മാൻ ആവണം. ഇൻസാനിറ്റി എന്ന് പറയുന്ന ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻസെയിൻ ആണ് എന്നൊരാളെ പറയണമെങ്കിൽ എന്തായിരിക്കണം? അയാൾ ഒരു ടോട്ടൽ മാഡ്മാൻ ആയിരിക്കണം. ദാറ്റ് ബോത്ത് നോട്ട് നോ വാട്ട് ഹി ഈസ് ഡൂയിങ് ആൻഡ് നോ മോർ ദാൻ എ വൈൽഡ് ബീസ്റ്റ്. ഒരു വൈൽഡ് ബീസ്റ്റിനെ പോലെ അയാൾ എന്താ ചെയ്യണമെന്നുള്ളത് ഒരു പിടുത്തമില്ലാതെ എന്ത് ചെയ്യാണ്? അയാൾ ആക്രമിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു ഇൻസെയിൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഈ ഒരു വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു റൂളല്ല. കാരണം അങ്ങനെ വൈൽഡ് ബീസ്റ്റ് ആയിക്കൊണ്ട് തന്നെ എല്ലാ ക്രൈമുകളും ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ, ടോട്ടൽ മാഡ്മാൻ ആയിട്ട് പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അത് കാരണം കൊണ്ട് അതൊരു നല്ലൊരു ടെസ്റ്റ് അല്ല. കേസ് എസ്റ്റാബ്ലിഷ് an early strict test for insanity. ഇറ്റ് റിക്വയർഡ് എ കംപ്ലീറ്റ് ഡിപ്രിവേഷൻ ഓഫ് മെമ്മറി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അല്ലെ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ലോസും അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും ഡിപ്രിവേഷൻ ഉണ്ടാവണം. അത് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. സോ അങ്ങനെ ഒരു ടെസ്റ്റ് അത്ര നല്ലൊരു ടെസ്റ്റ് അല്ല. ഇറ്റ് വാസ് എ പ്രീകേഴ്സർ ടു ദ മോർ റിഫൈൻഡ് മക്നോട്ടൺ റൂൾ. പിന്നീട് വന്നിട്ടുള്ള റൂളാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്ന റൂളാണ് എന്താണ്? മക്നോട്ടൺ റൂള്. ആ മക്നോട്ടൺ റൂള് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ മക്നോട്ടൺ റൂളാണ് നിലവിൽ നിൽക്കുന്നത്. അതിന്റെ ഒരു പ്രീകേഴ്സർ എന്നുള്ള രീതിയിൽ എന്തിനെ കൺസിഡർ ചെയ്യാം? ദ വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റിനെ കൺസിഡർ ചെയ്യാം എന്ന് മാത്രം. വിച്ച് റീപ്ലേസ് ഇറ്റ് ആസ് ദ സ്റ്റാൻഡേർഡ് ലീഗൽ ടെസ്റ്റ്. ഇതാണ് മക്നോട്ടൺ റൂളാണ് ഒരു സ്റ്റാൻഡേർഡ് ലീഗൽ ടെസ്റ്റ് ആയിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. സോ മക്നോട്ടൺ റൂളിലേക്ക് വരുന്നതിനായിട്ട് മുമ്പുണ്ടായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള 1-2 കേസുകളാണ്. ഒന്ന് ഹാറ്റ്ഫീൽഡ് കേസാണ്, 1800 ഹാറ്റ്ഫീൽഡ് കേസാണ്. എന്താ കേസിനകത്ത് വരുന്നത്? ഹാറ്റ്ഫീൽഡ് വാസ് ഡിസ്ചാർജ് ഫ്രം ദ ആർമിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ഒരു വ്യക്തിയാണ്. എന്ത് ഗ്രൗണ്ടിലാ? ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇൻസാനിറ്റി. ആൻഡ് വാസ് ട്രൈഡ് ഫോർ ഹൈ ട്രീസൺ ഇൻ അറ്റംപ്റ്റിംഗ് ടു അസാസിനേറ്റ് കിങ് ജോർജ് III. അന്നത്തെ കിങ് ജോർജ് IIIയെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചതിലെ ട്രീസൺ എന്നുള്ള ഒരു രീതിയിലും അദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നു? പണിഷ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒഫൻസ് വരികയാണ്. The counsel of the accused, Lord Thomas Erikson, Erskine, defended him and proved in front of the judge that Hatfield only pretended to kill the king and is not guilty on the ground of insane delusion from which the accused was suffering. അപ്പോൾ ഇദ്ദേഹം എന്തുമാത്രമേ ശ്രമിച്ചിരുന്നുള്ളൂ? കൊല്ലാനായിട്ട് ശ്രമിച്ചിരുന്നത് ഇൻസെയിൻ ഡെലൂഷൻസ് കൊണ്ടാണ്. ഇദ്ദേഹത്തിന്റെ ഇൻസെയിൻ ആയിട്ടുള്ള ആ ഒരു ഡെലൂഷൻ ആയിട്ടുള്ള മെന്റൽ ഇൻസാനിറ്റി കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിനെ കൊല്ലാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഗിൽറ്റി അല്ല എന്ന് വാദിക്കുകയാണ്. Erskine stated that insanity was to be determined by the fact of fixed insane delusion, and that such delusion under which the defendant acted is the main reason for his crime. This test was known as the insane delusion test ആണ്. അപ്പോൾ ഒരു ചെയ്യുന്ന സമയത്ത്, ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസെയിൻ ആയിട്ടുള്ള ഒരു ഡെലൂഷൻ ഉണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻസെയിൻ ഡെലൂഷൻ ഉണ്ട്. പണ്ട് മുതലേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്ന ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻസെയിൻ ഡെലൂഷൻ ഉണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ എന്തല്ല, അത് ക്രൈമായിട്ട് എടുക്കരുത്, ഒരു ഡിഫൻസ് ആയിട്ട് എന്ത് ചെയ്യണം, ഇൻസൈൻ ആണ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കേസിനകത്ത് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻസൈൻ ഡെലൂഷൻ ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇൻസൈൻ ഡെലൂഷൻ ടെസ്റ്റ് ഏത് കേസ് ലോയിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഹാഡ്ഫീൽഡ് കേസ് ലോയുമായി കണക്റ്റഡ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. യെസ്, അടുത്താണ് ബൗളേഴ്സ് കേസ്. 1812 ബൗളേഴ്സ് കേസ് വരുന്നത്. ഇൻ ദിസ് കേസ് ലേ ബ്ലാങ്ക് ജസ്റ്റിസ് സ്റ്റേറ്റഡ് ദാറ്റ് the jury has to decide when the accused committed the offense whether he was capable of distinguishing right from wrong or under the control of an illusion. After the bowler's case, അപ്പോൾ ഈ ബൗളേഴ്സ് കേസ് ആണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കൊണ്ടുവരുന്നത്. റൈറ്റ് ഫ്രം റോങ് ഓർ അണ്ടർ ദ കൺട്രോൾ ഓഫ് എൻ ഇല്യൂഷൻ. അപ്പോൾ ഒരാൾക്ക് റൈറ്റും റോങ്ങും വേർതിരിക്കാൻ കഴിവുണ്ടോ, കേപ്പബിൾ ആണോ, അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള കഴിവുണ്ടോ, അതോ അദ്ദേഹത്തിന് ഒരു ഇല്യൂഷനിലാണോ, അദ്ദേഹം അണ്ടർ ദ കൺട്രോൾ ഓഫ് എൻ ഇല്യൂഷൻ ആണോ ഇയാൾ ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്ന് മനസ്സിലാക്കണം അല്ലെ. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇല്യൂഷൻ ആണ് എന്ന് മനസ്സിലാക്കുകയും റൈറ്റ് ഫ്രം റോങ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഇൻസേൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് നമുക്ക് പറയാം. ആഫ്റ്റർ ദ ബോളേഴ്സ് കേസ് ദ courts have placed more emphasis on the capacity of the accused to distinguish right from wrong, though the test was not that clear. അപ്പോൾ ഈ ടെസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് സ്ട്രിക്ട് റൂൾസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സിംപ്ലി ബോളേഴ്സ് കേസ് എന്താ പറഞ്ഞത്, ഡിസ്റ്റിങ്വിഷ് ദ കപ്പാസിറ്റി ഓഫ് ദ അക്യൂസ് ടു ഡിസ്റ്റിങ്വിഷ് റൈറ്റ് ഫ്രം റോങ് എന്നുള്ളത് നോക്കണം. അങ്ങനെ പറ്റുമെങ്കിൽ റൈറ്റും റോങ്ങും വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി അക്യൂസ്ഡിനുണ്ട് എങ്കിൽ എന്ത് മനസ്സിലാക്കാം, അത് ഒരു ഇൻസൈൻ ആയിട്ടുള്ള പേഴ്സൺ അല്ല എങ്കിൽ, അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ്, ഇൻസൈൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ മനസ്സിലാക്കാന്ന് പറയാം. പക്ഷെ സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. ഇത് എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നോ അത് എങ്ങനെ റൈറ്റ് ഫ്രം റോങ് എന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ആളാണോ എന്നുള്ളത് എങ്ങനെ അറിയാം എന്നുള്ളതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ കേസിനകത്ത് പറയുന്നില്ല. സോ ബോളേഴ്സ് കേസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ്. ഇതിനകത്താണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റി ഓഫ് ദ അക്യൂസ് ടു ഡിസ്റ്റിങ്വിഷ് റൈറ്റ് ഫ്രം റോങ് എന്നുള്ളത് എടുത്ത് പറയുന്നത്. ഓക്കെ അല്ലേ. ദെൻ നേരെ എവിടേക്ക് വരുന്നത്, നമ്മുടെ മക്നോട്ടന്റെ കേസിലേക്ക് വരികയാണ്. ഇതാണ് റൈറ്റ് റോങ് ടെസ്റ്റ് എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്നതാണ്. ബോളേഴ്സ് കേസിന് ശേഷം വരുന്ന ഈ റൈറ്റ് റോങ് ഡിസിഷന് ശേഷം വരുന്ന റൈറ്റ് റോങ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ടെസ്റ്റ് ആണ് മക്നോട്ടൻ കേസിനകത്തുള്ള മക്നോട്ടൻ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഡാനിയൽ മക്നോട്ടൻ എന്ത് ചെയ്തു, ഷോട്ട് ആൻഡ് കിൽഡ് എഡ്വാർഡ് ഡ്രുമോഡ്, ദ പ്രൈവറ്റ് സെക്രട്ടറി ഓഫ് പ്രൈം മിനിസ്റ്റർ റോബർട്ട് പീൽ എന്നുള്ള പ്രൈം മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ത് ചെയ്യാണ്, നമ്മുടെ മക്നോട്ടൻ വെടിവെച്ച് കൊല്ലുകയാണ്. പ്രൈം മിനിസ്റ്റർ ആണെന്ന് വിചാരിച്ചിട്ടാണ്, മിസ്റ്റേക്കിംഗ് ഹിം ഫോർ ദ PM ഹിംസെൽഫ്, PM ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ച് എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലുന്നു. മക്നോട്ടൻ സഫേർഡ് ഫ്രം പാരനോയിഡ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. അതായത് ഇദ്ദേഹത്തിന് എന്താണ് ഒരു പാരനോയിഡ് ഡെലൂഷൻ ഉണ്ട്, ഇദ്ദേഹത്തിന് ഡെലൂഷൻസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു ഇൻസാനിറ്റി ഉണ്ട്. ഇദ്ദേഹം എപ്പോഴും ഇദ്ദേഹത്തിനെതിരെ ആരൊക്കെയോ എന്തൊക്കെയോ ഇദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് എനിക്കെതിരെ എന്താണ് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നല്, ഒരു മാനസികാവസ്ഥ അല്ലെ. അതാണ് ഒരു പാരനോയിഡ് ഡെലൂഷൻസ് ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ലീഗൽ ഇഷ്യൂ ആൻഡ് റൂളിംഗ് എന്താണ്, ഹി വാസ് ഫൗണ്ട് നോട്ട് ഗിൽറ്റി ബൈ റീസൺ ഓഫ് ഇൻസാനിറ്റി. ഇവിടെ ഇൻസാനിറ്റി ടെസ്റ്റ് പ്രൂവ് ചെയ്യാണ്, മക്നോട്ടൻ അത് ഇൻസെയിൻ ആണ് എന്ന് പറയുകയും അതിലൂടെ ഇദ്ദേഹം നോട്ട് ഗിൽറ്റി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ദ പബ്ലിക് ആൻഡ് പൊളിറ്റിക്കൽ ഔട്ട്ക്രൈ ലെഡ് ദ ഹൗസ് ഓഫ് ലോർഡ്സ് to ask the judiciary a series of questions about the law of insanity. അപ്പോൾ ഇത് നമുക്കറിയാം, പ്രൈം മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് കൊന്നത് അല്ലെ. മാത്രമല്ല പ്രൈം മിനിസ്റ്ററെ കൊല്ലാനാണ് ശ്രമിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പ്രൈം മിനിസ്റ്റർ ഇയാൾക്കെതിരെ പെർസിക്യൂഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇയാളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു, ആളെ വിട്ട് നശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഡെലൂഷന്റെ പുറത്താണ് ഇദ്ദേഹം ചെയ്തത് എന്നും ഇദ്ദേഹത്തിന്റെ ഡിഫൻസ് പറയുന്നു. അപ്പം ഇത് എങ്ങനെയാണ് ഈ ഇൻസാനിറ്റി പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ജുഡീഷ്യറിയോട് ചോദിക്കും. അങ്ങനെ ജുഡീഷ്യറി എന്ത് ചെയ്യുന്നു, അത്തരത്തില് എന്താണ് ഇൻസാനിറ്റി, എങ്ങനെയാണ് അത് കണ്ടെത്തേണ്ടത് എന്നുള്ളത് അവരെ ഒരു റൂൾസിലൂടെ പറയുന്നു. ഇതിനാണ് മക്നോട്ടൻ റൂൾ എന്നുള്ള പേരിൽ പിന്നീട് അറിയപ്പെടുന്നത്. ബിക്കേം ദ ഫൗണ്ടേഷണൽ ടെസ്റ്റ് ഫോർ ഇൻസാനിറ്റി ഇൻ കോമൺ ലോ. അപ്പോൾ എന്താണ് മക്നോട്ടൻ റൂൾസിനകത്ത് പറയുന്നത്, ടു എസ്റ്റാബ്ലിഷ് എ ഡിഫൻസ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇൻസാനിറ്റി. ഇൻസാനിറ്റി എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ ഡിഫൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ക്ലിയർലി പ്രൂവ്ഡ് ദാറ്റ് at the time of the committing of the act കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതാണ് നമ്മുടെ എവിടെ പറയുന്നത്, നമ്മുടെ സെക്ഷൻ 22 പറഞ്ഞ ഒരു എലമെന്റ് അല്ലെ, അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ഓഫ് ദ ആക്ട്, അത് ചെയ്യുന്ന സമയത്ത്
എന്തുണ്ടാവണം? The party was laboring under such a defect of reason from disease of the mind as not to know the nature and quality of the act he was doing, or if he did know it, that he did not know he was doing what was wrong. അപ്പൊ എന്താണ് പറയുന്നത്? ഈ ചെയ്യുന്ന സമയത്ത്, ഈ കമ്മിറ്റി ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡിസീസ് ഓഫ് ദ മൈൻഡ് കാരണം കൊണ്ട് അവരെന്താണ് ചെയ്യുന്നതെന്നോ അതിന്റെ നാച്ചറോ അതിന്റെ ക്വാളിറ്റിയോ മനസ്സിലാക്കാനുള്ള കഴിവില്ലാതിരിക്കുക. ഇനിയിപ്പോ ഈവൻ അവർക്കത് അറിയുമെങ്കിൽ പോലും എന്താണ് നാച്ചറോ, എന്താണ് അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം, അയാൾ ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് അയാൾക്ക് അറിയുമെന്ന് വിചാരിക്കുക. അങ്ങനെ അറിയുമെങ്കിൽ പോലും ആ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ റോങ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവില്ലായ്മ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ, അതായത് ചെയ്യുന്നതിന്റെ നാച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയോ, ഇനിയിപ്പോ ഈവൻ അത് അറിയുമെങ്കിൽ തന്നെ അത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാനുള്ള കഴിവില്ലാതിരിക്കുകയോ ചെയ്യാം. ബൈ റീസൺ ഓഫ് എന്താണ്? ദി ഡിസീസ് ഓഫ് ഹിസ് മൈൻഡ്. മൈൻഡിന്റെ ഡിസീസ് കാരണം കൊണ്ട് ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്താണ് പ്രൂവ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കണം? ഡിഫൻസിന് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഒരു ഇൻസാനിറ്റി എന്ന് പറയുന്നത് പ്രൂവ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും, അതിന്റെ എക്സെപ്ഷൻ കിട്ടുകയും ചെയ്യുള്ളൂ എന്നുള്ളതാണ് മക്നോട്ടൻ റൂൾസ് പറയുന്നത്. ഇത് തന്നെയാണ് പിന്നീട് നമ്മുടെ BNS-നകത്തുള്ള സെക്ഷൻ 22-നകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ശരിയല്ലേ? സോ റോങ് വാസ് ലേറ്റർ ഇന്റർപ്രിറ്റഡ് ടു മീൻ എയ്തർ മോറലി റോങ് ഓർ ലീഗലി റോങ്. മോറൽ റോങ് ആവാം, ലീഗൽ റോങ് ആവാം. റോങ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് എന്താ? ദിസ് ഈസ് എ പ്യൂർലി കൊഗ്നിറ്റീവ് ടെസ്റ്റ് ആണ്. കൊഗ്നിറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ? അയാൾക്ക് അയാളുടെ മാനസികാവസ്ഥ, അയാൾക്ക് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ്, അല്ലെ? ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മക്നോട്ടൻ റൂള് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഫോക്കസസ് സോൾലി ഓൺ ദ ഡിഫൻഡൻസ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ആക്ട് ആൻഡ് ഇറ്റ്സ് റോങ്ഫുൾനെസ്. ക്ലിയർ അല്ലേ? അത് ആ ആക്ടിന്റെ നാച്ചർ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ റോങ്ഫുൾനെസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റൂള് നിൽക്കുന്നത്. ഇറ്റ് എക്സ്പ്ലിസിറ്റ്ലി ഡസ് നോട്ട് കവർ ദ ഇനബിലിറ്റി ടു കൺട്രോൾ വൺസ് ആക്ഷൻസ്. ഇത് എന്ത് ചെയ്യുന്നില്ല? ഒരാളുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇനബിലിറ്റിയെ എന്ത് ചെയ്യുന്നില്ല? ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കവർ ചെയ്യുന്നില്ല. ദിസ് ഈസ് ടെസ്റ്റ് ദാറ്റ് ഫോംസ് ബേസിസ് ഫോർ സെക്ഷൻ 84 ഓഫ് IPC, അല്ലെങ്കിൽ ഇപ്പോഴത്തെ 22 BNS-ന്റെ 22-ന്റെ ഒരു എന്താണ് ഒരു ബേസിസ് എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. 22-ന്റെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ മക്നോട്ടൻ റൂളായി എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. So to establish a defense on the ground of insanity, it must be proved that at the time of the act, the accused was laboring under such a defect of reason from disease of mind as not to know the nature and quality of act he was doing, or not to know what he was doing was wrong. ക്ലിയർ ആണല്ലോ? പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കീ പ്രിൻസിപ്പിൾ എന്താണ്? ദ ഡിഫൻസ് ഫോക്കസസ് ഓൺ ദ കോഗ്നിറ്റീവ് എബിലിറ്റി ഓഫ് ദ അക്യൂസ്ഡ്. അപ്പൊ ആ കോഗ്നിറ്റീവ് എബിലിറ്റിയിലാണ് ഈ ഒരു റൂള് ഫോക്കസ് ചെയ്യുന്നത്, ഈ ഡിഫൻസ് ഫോക്കസ് ചെയ്യുന്നത്. എന്താ അത്? ദെയർ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ആക്ട് ആൻഡ് ഇറ്റ്സ് റോങ്ഫുൾനെസ്. ഇതിനാണ് കോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ശരിയെന്നോ എന്താണ് ചെയ്യുന്നത് ആക്ട് എന്നോ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് കോഗ്നിറ്റീവ് എബിലിറ്റി, കോഗ്നിറ്റീവ് ഫാക്കൽറ്റി എന്നൊക്കെ പറയുന്നത്. This remains a foundational test for legal insanity in many jurisdictions, including India. Okay അല്ലേ? ദെൻ ഇൻസാനിറ്റിയുമായി ബന്ധപ്പെട്ട ഇനിയും വേറെയും ടെസ്റ്റുകളുണ്ട്. അതിലൊന്നാണ് ഡുറാം റൂൾ എന്ന് പറയുന്നത്. എന്താണ് ഡുറാം റൂൾ? ഡുറാം വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. 1954 ഒരു കേസിലോ ആണ്. ഇതിനാണ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദ പ്രൊഡക്റ്റ് ടെസ്റ്റ് എന്നാണ്. എന്താണ്? ദ പ്രൊഡക്റ്റ് ടെസ്റ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ദ ഡുറാം റൂൾ അഥവാ ദ പ്രൊഡക്റ്റ് ടെസ്റ്റ്. എന്താണ് ഫാക്ട്? മോണ്ടെ ഡുറാം, a young man with a long history of mental insanity, was convicted of housebreaking. ഹൗസ്ബ്രേക്കിങ്ങിന് ഒരു യങ് പേഴ്സണെ കാലങ്ങളായിട്ട് മെന്റൽ ഇൻസാനിറ്റിയുടെ ഹിസ്റ്ററി ഉള്ള ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു? കൺവിക്ട് ചെയ്യാണ്. ഓക്കെ, സോ ലീഗൽ ഇഷ്യൂ ആൻഡ് റൂളിംഗ്. The US Court of Appeals for the District of Columbia Circuit under Judge David Bazelon rejected the McNaughton test as outdated and too narrow. It established a new broader law. അപ്പൊ എന്ത് ചെയ്യാണ് ഈ ഒരു കോടതി? മക്നോട്ടന്റെ ടെസ്റ്റ് ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയുകയും അത് നാരോവർ ആണെന്ന് പറയുകയും കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള റൂള്, അതാണ് ദ ഡുറാം റൂൾ എന്നറിയപ്പെടുന്ന, ഡുറാം ടെസ്റ്റ് എന്നറിയപ്പെടുന്ന, ദ പ്രൊഡക്റ്റ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. US-ലാണ്. So an accused is not criminally responsible if his unlawful act was product of mental disease or mental defect എന്നാ പറയുന്നതിനകത്ത്. അപ്പൊ എന്താണ്? ഒരു അക്യൂസ്ഡ് എപ്പോഴാ ക്രിമിനൽ ലേബിൾ അല്ലാണ്ടാവുന്നത്? അത് തിരിച്ചു പറയുന്നു. ഇഫ് ഹിസ് അൺലോഫുൾ ആക്ട്, അവർ ചെയ്ത ആ അൺലോഫുൾ ആക്ട് എന്ന് പറയുന്നത് വാസ് എ
പ്രൊഡക്റ്റ് ഓഫ് മെന്റൽ ഡിസീസ് ഓർ മെന്റൽ ഡിഫക്റ്റ്, അവരുടെ മെന്റൽ ഡിസീസിന്റെയോ അല്ലെങ്കിൽ മെന്റൽ ഡിഫക്റ്റിന്റെയോ പ്രൊഡക്റ്റ് ആണ്, അങ്ങനെയാണ് ഈ അൺലോഫുൾ ആക്ട് വരുന്നത് എങ്കിൽ മാത്രമേ മെന്റൽ എബിലിറ്റി ഉള്ള ആളെ കൺവിക്ട് ചെയ്യാൻ പറ്റുമോ? എന്താണ് മെന്റൽ ഡിസബിലിറ്റി ഉള്ള ആളെ കൺവിക്ട് ചെയ്യാൻ പറ്റുമോ? ആ റൂളാണ് ഈ പറയുന്നത്, ഇതിനകത്ത് പറഞ്ഞതല്ലേ. അത് കൺവിക്ട് ചെയ്യാം. അത് ഇൻസാനിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇങ്ങനെ തീരുമാനിക്കുന്നത്. ഹിസ്റ്ററി ഓഫ് മെന്റൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻസാനിറ്റി ആവണമെന്നില്ലല്ലോ. അതിനെന്ത് വേണം? അതിനാണ് കോടതി ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഈ ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് ശരിക്കും മെന്റലി ഇൻസൈൻ ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യണ്ടേ? മനസ്സിലായോ? അതിനാണ് നമ്മൾ ബർഡൻ ഓഫ് പ്രൂഫിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ. ബർഡൻ ഓഫ് പ്രൂഫ് ആരായില്ല? അക്യൂസ്ഡ് ആയില്ല. അക്യൂസ്ഡ് പ്രൂവ് ചെയ്യണം അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ദാറ്റ് ആക്ട് ഇയാള് ഇൻസൈൻ ആണ്, ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ജസ്റ്റ് നമ്മൾ ഈ മെന്റലി ഇൻസൈൻ ആണ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് മെന്റൽ ഇൻസാനിറ്റി ഉണ്ട്, ഇൻസ്റ്റബിലിറ്റി ഉണ്ട് എന്ന് ജസ്റ്റ് പറഞ്ഞുകൊണ്ട് എന്താവില്ല, കോടതി അത് ഓക്കെ ശരി നിങ്ങൾ ചെയ്തത് അതുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ജനറൽ എക്സെപ്ഷൻ കിട്ടണമെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ഡ്യൂറാം റൂൾ വരുന്നത്. എന്താണ് പറയുന്നത്? മെന്റൽ ഡിസീസ് കൊണ്ടോ മെന്റൽ ഡിഫക്റ്റിന്റെയോ പ്രൊഡക്റ്റ് ആയിട്ട് ആ ഒരു അൺലോഫുൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ക്രിമിനലി റെസ്പോൺസിബിൾ അല്ലാതെ ആയിട്ട് മാറുന്നുള്ളൂ, അല്ലെങ്കിൽ ക്രിമിനലി റെസ്പോൺസിബിൾ ആവും. ഒരാൾ മെന്റൽ ഇൻസൈൻ ആണ് എന്നുള്ളത് കൊണ്ട് എന്ത് തെറ്റും ചെയ്യാമെന്നുള്ളതല്ല. മെന്റൽ ഇൻസൈൻ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം പോരാ, അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കണം ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദാറ്റ് മെന്റൽ ഡിസീസ്. ആ മെന്റൽ ഡിസീസ് ഉള്ളത് കൊണ്ടായിരിക്കണം ആ അൺലോഫുൾ ആക്ട് ചെയ്തിട്ടുണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ ക്രിമിനലി നോട്ട് ലയബിൾ എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഈ ഡുറാം ടെസ്റ്റ് പറയുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, സോ ദിസ് വാസ് എ റാഡിക്കൽ ഷിഫ്റ്റ്. ഇറ്റ് മൂവ്ഡ് ഫ്രം കോഗ്നിറ്റീവ് ടെസ്റ്റ് ടു എ കോസൽ കണക്ഷൻ ടെസ്റ്റ്. അപ്പൊ നോക്കൂ, മുമ്പ് ഡ്യൂറാം നമ്മുടെ മക്നോട്ടൺ റൂളിൽ എന്താ പറയുന്നത്? കോഗ്നിറ്റീവ് ടെസ്റ്റാ. അവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ, റോങ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ, റൈറ്റ് ആണോ എന്നുള്ള ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് ടെസ്റ്റിൽ പറഞ്ഞതെങ്കിൽ ഇത് ഒരു കോസൽ കണക്ഷൻ ടെസ്റ്റാ. കോസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്നത്, അത് മെന്റൽ ഡിസീസിന്റെ പ്രൊഡക്റ്റ് ആണോ, ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് എയിംഡ് അറ്റ് ടു ഗിവ് സൈക്കാട്രിസ്റ്റ് മോർ ലീവേ to testify about the defendant's mental state without being constrained by the legal language of knowing the right from wrong. ഇവിടെ knowing the right from wrong എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നേ ഇല്ല. ഒരു ലീഗൽ ഇൻസാനിറ്റി ടെസ്റ്റ് അല്ല, പകരം ഇതെന്താണ്, ഒരു സൈക്കാട്രിക് ഇൻസാനിറ്റി ടെസ്റ്റ് എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു റൂള് പ്രൊഡക്റ്റ് ടെസ്റ്റ് മാറിയിട്ടുള്ളത്. However, it was criticized for being too vague, leaving the jury with simple question of whether the crime was a product of mental illness, which was often difficult to apply. അപ്പൊ ഇത് ഈ റൂൾ പ്രകാരം അത് കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ജൂറിക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റുക ഇത് മെന്റൽ ഡിസീസിന്റെ പ്രൊഡക്റ്റ് ആണോ ഈ അൺലോഫുൾ ആക്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ജൂറിക്ക് പറ്റുമോ? എളുപ്പമല്ല. ഒരു സൈക്കാട്രിക് ആയിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത്, ഒരു എക്സ്പേർട്ടിന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇതൊരു വേഗ് ആയിട്ടുള്ള ഒരു റൂൾ ആയിട്ടാണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, മക്നോട്ടൺ റൂൾ തന്നെയാണ് ഇപ്പോഴും അത് കാരണം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മക്നോട്ടൺ റൂൾ തന്നെയാണ് നമ്മുടെ BNFന്റെ സെക്ഷൻ 22ന്റെ ബേസിസ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലെ? മക്നോട്ടൺ റൂളിനെ പരിഷ്കരിക്കാൻ ശ്രമിച്ച ഒരു കേസ് ലോ ആയിട്ട് നമുക്ക് എന്തിനാ മനസ്സിലാക്കാം? ഡുറാം വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന 1954 കേസിനെ മനസ്സിലാക്കാം. അതാണ് ദ പ്രൊഡക്റ്റ് ടെസ്റ്റിന്റെ അല്ലെങ്കിൽ ദ ഡുറാം റൂൾ അല്ലെങ്കിൽ ദ ഡുറാം ടെസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന കേസ് ലോ എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ മറ്റൊന്നാണ് ദ ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ആണ്. ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ് എന്താ അത്? This is not a single case but a doctrine that developed in the 19th century as a സപ്ലിമെന്റ് ടു ദ കോഗ്നിറ്റീവ് മക്നോട്ടൺ ടെസ്റ്റ്. അപ്പൊ കോഗ്നിറ്റീവ് മക്നോട്ടൺ ടെസ്റ്റിനെ എടുത്തു കളയല്ല, പകരം അതിനെ സപ്ലിമെന്റ് ആയിട്ട് അതിന്റെ ഒരു എക്സ്ട്രാ എന്നുള്ള രീതിയിലാണ് ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ് വരുന്നത്. എന്താ ഈ ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ്? നിങ്ങൾ കൂമൻ സിനിമ കണ്ടുണ്ടോ? കൂമൻ സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ആസിഫ് അലിയുടെ വളരെ രസകരമായിട്ടുള്ള സിനിമ, വളരെ നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമ അല്ലെ, നല്ലൊരു സിനിമയാണ്. അപ്പൊ ആ കൂമൻ സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾ എന്ത് ചെയ്യുന്നു, ആസിഫ് അലി ഒരു മോഷണം നടത്തുന്നു, പിന്നെ വീണ്ടും മോഷണം നടത്തുന്നു, പിന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് അയാൾക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, ഒരു ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അണേബിൾ ടു കൺട്രോൾ ദെയർ ഇമ്പൾസ് അല്ലെ. ആസിഫ് അലിക്ക് ആ ഒരു ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും 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 ചെയ്യാനായിട്ടുള്ള അതൊരു ഒരു മെന്റൽ ഇൻസാനിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇൻസാനിറ്റി പ്രൂവ് ചെയ്യാം എന്നുള്ളത് കൂടി പറഞ്ഞിരിക്കുകയാണ്. സോ അതിന്റെ ഒരു കേസിലോ പിന്നീട് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ടെസ്റ്റ് എന്താണ്? എ ഡിഫൻഡന്റ് കുഡ് ബി ഫൗണ്ട് നോട്ട് ഗിൽറ്റി ഇഫ് ദേ ന്യൂ their act was wrong
but due to a mental disease they were unable to control their impulses to commit it. അപ്പോ ഇവർക്ക് അറിയാം ഇത് തെറ്റാണ് എന്നറിയാം, പക്ഷെ എന്താണ് അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ഉള്ളതാണ് ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഇറ്റ് വാസ് എൻ ഏർലി അറ്റംപ്റ്റ് ടു അഡ്രസ് ദ വൊളിഷണൽ എലമെന്റ് ഓഫ് ഇൻസാനിറ്റി. However, it was often criticized for only applying to sudden impulsive acts and not to brooding or premeditated acts committed by someone who could not control themselves. പക്ഷെ ഇതിനകത്ത് ഇതിന്റെ ഒരു കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മക്നോട്ടൺ ടെസ്റ്റിനെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. പക്ഷെ ഇതിന്റെ ഒരു ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഇതിനെ സഡൻ ആയിട്ടുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ടുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പ്രീമെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ആക്ടുകൾ ഉണ്ടാവാം ഒരു പക്ഷെ. ഇതിപ്പം കൂമൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രീമെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ആക്ടാ, അല്ലാതെ പെട്ടെന്ന് പോയിട്ട് സഡൻ ആയിട്ട് ഇമ്പൾസീവ് ആയിട്ട് ചെയ്യുന്നതല്ല. അത് ആ സമയത്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അതും കൂടിയും എന്ത് ചെയ്യണം, ഇറസിസ്റ്റിബിൾ ഇമ്പൾസിന്റെ കൂടെ കൊണ്ടുവരണം എന്നുള്ള ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. സോ ഇതിന്റെ ഒരു കേസ് ലോ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ആസ് എ ഡിഫൻസ് വാസ് ഡെവലപ്ഡ് ഇൻ ദ ഫേമസ് കേസ് ഓഫ് ലൊറേന ബോബിറ്റ് 1993 ലൊറേന ബോബിറ്റിന്റെ കേസിനകത്താണ്. ഓൺ 23rd of 1993 ഡിഫൻഡന്റ് ടുക്ക് എ നൈഫ് ഫ്രം ഹെർ കിച്ചൺ. കിച്ചണിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു കത്തി എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആൻഡ് wounded her husband by cutting off his penis while he was sleeping. ഭർത്താവ് കിടന്നുറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പെനിസ് കട്ട് ചെയ്തെടുക്കുന്നു. Okay. Her lawyers contended that she had been suffering from domestic violence, which was perpetrated by her husband during her marriage. അവരുടെ കല്യാണത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, അവരുടെ ഭർത്താവിൽ നിന്നും ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുന്നു, അവരുടെ ലോയർ കണ്ടന്റ് ചെയ്യാണ്. ഓക്കെ, ഒരു കാര്യം പറയാണ്. ആൻഡ് ഹിസ് ഹസ്ബൻഡ് ഈവൻ റേപ്ഡ് ഹെർ ബിഫോർ ഷീ കമ്മിറ്റഡ് ദിസ് ആക്ട്. ഈ ആക്ട് കമ്മിറ്റ് ചെയ്യുന്നത് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു, അവരെ റേപ്പിന്, ക്രൂരമായിട്ടുള്ള റേപ്പിന് വിധേയമായിട്ടുണ്ട് എന്നും കൂടി പറഞ്ഞു വെക്കുന്നു. ദോ ഷീ വാസ് വെൽ അവെയർ ഓഫ് ദ കോൺസിക്വൻസസ്. ഇവർക്ക് എന്താണ് കോൺസിക്വൻസസ് അറിയാം, ഇത് നടത്തി കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ആക്ട് നടത്തി കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ കോൺസിക്വൻസസ് എന്നുള്ളത് അറിയാമെങ്കിൽ പോലും ഷീ വാസ് നോട്ട് ഏബിൾ ടു കൺട്രോൾ ഹെർ ആക്ഷൻസ് ആൻഡ് ഡിമാൻഡഡ് ദാറ്റ് ഷീ വാസ് സബ്ജക്ട് ടു ആൻ ഇറസിസ്റ്റിബിൾ ഇമ്പൾസ്. അപ്പോ അവിടെ പറയാണ് ഇതൊക്കെ ഇതിന്റെ കോൺസിക്വൻസസ് അറിയാം. അപ്പൊ BNS സെക്ഷൻ 22ന്റെ ഒരു കറക്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ കോൺസിക്വൻസസ് അറിയാമെങ്കിൽ അത് ഇൻസൈൻ അല്ല എന്നുള്ളതാണ് അല്ലെ. പക്ഷേ ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ ആക്ഷൻസിലെ എന്തല്ല ലൈബിൾ അല്ല, ഇത് ഇൻസാനിറ്റി എന്ന് പറയുന്ന റൂള് അപ്ലൈ ചെയ്യണം, ഈ പറയുന്ന ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ് ഉപയോഗിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ദ സ്റ്റേറ്റ് ഓഫ് വിർജീനിയ വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് വിച്ച് use this defense in its original form. In the original form, state of Virginia, it was held that she is not guilty as she was suffering from temporary insanity. That permanent insanity അല്ലെങ്കിൽ പോലും ആ സമയത്ത് ഒരു ടെമ്പററി ഇൻസാനിറ്റി ആയിരുന്നു. ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് എന്ന് പറയുന്ന ഒരു ഇൻസാനിറ്റി തന്നെയാണ്, ഒരു ഫോം ഓഫ് ഇൻസാനിറ്റി തന്നെയാണ് എന്ന് ഈ ഒരു കേസിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ക്ലിയർ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് ഒരു കേസ് ലോ ആണ് രത്തൻലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. The appellant was caught setting fire to the grass in an open land of Nemichand, which he was asked why he did it. He replied, I burned it. Do whatever you want. Okay. അപ്പം ഒരാള് എന്ത് ചെയ്യാണ്, ഒരു ഫയർ ഓപ്പൺ ഗ്രാസിൽ, ഓപ്പൺ ലാൻഡിൽ എന്ത് ചെയ്യുന്നു, ഗ്രാസിൽ ഫയർ ഇടുന്നു. അതിനുശേഷം അത് എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനത് കത്തിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്തോ എന്നൊക്കെയുള്ള ഒരു റിപ്ലൈ ആണ് അദ്ദേഹം കൊടുക്കുന്നത്. He was charged under section 435. പഴയ IPC 435 പ്രകാരം ചാർജ് ചെയ്യുന്നു. According to psychiatrist, he was a lunatic in terms of Indian Lunacy Act 1912. അപ്പോൾ ഇദ്ദേഹം ഒരു lunatic ആണ് എന്ന് സൈക്കാട്രിസ്റ്റുകൾ പറയുകയാണ്. The report explicitly stated that the accused remains depressed and doesn't speak. He is a case of lunatic depression and psychosis and he requires therapy. ഇതെല്ലാം അതിന്റെ റിപ്പോർട്ടിൽ നിന്നും എക്സ്പ്ലിസിറ്റ്ലി മനസ്സിലാക്കാൻ സാധിച്ചു. So the trial court held that the accused was not liable to be punished. An appeal was filed by the state and the High Court reversed the finding of the trial and held the accused liable for the offence. Afterwards, Supreme Court allowed the appeal and the conviction was set aside based upon two major factors. അപ്പോൾ ട്രയൽ കോടതി എന്ത് ചെയ്യുന്നു, അത് ആ ഡിഫൻസ് അംഗീകരിക്കും, ലൈബിൾ അല്ല അക്യൂറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു, ഹൈക്കോടതി അത് കൺവിക്ട് ചെയ്യുന്നു. ദെൻ സുപ്രീം കോടതി വീണ്ടും അക്യൂറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
സോ അതിനെ ഉപയോഗിച്ച മേജർ ആയിട്ട് 2 റൂൾസ്, ഒന്ന് മെഡിക്കൽ എവിഡൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെഡിക്കൽ എവിഡൻസുകളുടെ സാഹചര്യത്തിലും, 2 അക്കോർഡിംഗ് ടു ദ ബിഹേവിയർ ഓഫ് ദ അക്യൂസ്ഡ് ഓൺ ദ ഡേ ഓഫ് ഒക്കറൻസ്. അത് നടന്ന സമയത്തുള്ള അയാളുടെ ബിഹേവിയർ, അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞ ഡസ് ഇൻ സ്പീക്ക്, ഈസ് എ കേസ് ഓഫ് ലൂണാറ്റിക് ഡിപ്രഷൻ, ഹി റിക്വസ്റ്റ് തെറാപ്പി, റിമെയിൻസ് ഡിപ്രസ്ഡ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ടും, അപ്പൊ മെഡിക്കൽ എവിഡൻസും അതുപോലെ തന്നെ അക്യൂസിന്റെ ബിഹേവിയറൽ എവിഡൻസും നോക്കിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, അവരെ അക്യൂസ് ചെയ്യുന്നു. These factors indicated that the accused was insane within the meaning of section 22 or 84 of IPC. Okay അല്ലേ? Then Kanbi Gurji Duba versus State എന്ന് പറയുന്ന 1960 ഒരു കേസിലാണ്. The accused suffering from delusions believed he was mythological figure Arjun from the Mahabharata with right to kill. അപ്പൊ കൊല്ലാനുള്ള അധികാരമുണ്ട്, മഹാഭാരതയിലെ അർജുനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു എന്താണ് ഒരു ഡിലൂഷന്റെ പുറത്ത് അയാൾ എന്ത് ചെയ്യുന്നു, പല കൊലപാതകങ്ങളും ചെയ്യുന്നു. ഹി വെന്റ് ടു ദ വില്ലേജ് സർപഞ്ച് അഡ്രസിംഗ് ഹിം ആസ് ഭീഷ്മ പിതാമഹ, ഞാനൊരു ഭീഷ്മ പിതാമഹിയാണ്. ഹി ടോൾഡ് ഹിം ദാറ്റ് ഹി ഹാഡ് കിൽഡ് ബങ്ഡി ഹിസ് വൈഫ്, ഞാൻ എൻ്റെ വൈഫിനെയും, ആൻഡ് കാമ ഹിസ് സണ്ണിനെയും ഞാൻ എന്ത് ചെയ്തു, കൊന്നു. ദ കോർട്ട് ഫൗണ്ട് ദാറ്റ് while he understood the nature of his actions, he did not recognize that they were wrong or against the existing law due to his delusion. ഇതിനകത്ത് ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നോ എന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇയാള് സമ്മതിക്കാൻ തയ്യാറല്ല, ഡ്യൂ ടു ഹിസ് ഡിലൂഷൻ. Therefore, he was deemed to be suffering from unsoundness of mind and was acquitted of the charges. Clear അല്ലേ? യെസ്. ഇനി പറയുന്ന ഒരു പോയിന്റ് ആണ് സോംനാബുലിസം. സോംനാബുലിസം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ, ഉറക്കത്തിലെ നടത്തം അല്ലെ, സ്ലീപ്പ് വാക്കിംഗ് ആണ്. ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ പൊട്ടൻഷ്യൽ ഡിഫൻസ് ഇഫ് ഇറ്റ് ക്യാൻ ബി പ്രൂവൺ ദാറ്റ് ദ അക്യൂസ്ഡ് വാസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് അൺകോൺഷ്യസ്നെസ് ആൻഡ് ഹാഡ് നോ കൺട്രോൾ ഓവർ ഹിസ് ആക്ഷൻസ്. അപ്പോൾ അൺകോൺഷ്യസ്നെസ്സോട് കൂടിയിട്ട് അയാളുടെ ആക്ഷൻസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആണ് ഒരു അക്യൂസ്ഡ് ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളതെങ്കിൽ, ഈവൻ സോംനാബുലിസം ആണെങ്കിൽ പോലും, സ്ലീപ്പ് വാക്കിംഗ് ആണെങ്കിൽ പോലും, അത് എന്ത് തന്നെയാണ്, ഒരു ഇൻസാനിറ്റിയുടെ അണ്ടറിൽ നിർത്താം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയുള്ള മറ്റ് പല മെന്റൽ കണ്ടീഷൻസ് ലൈക്ക് പാരനോയിഡ്, കുറച്ച് മുമ്പ് പറഞ്ഞ സ്കൈസോഫ്രീനിയ ആൻഡ് പാരനോയിഡ് സൈക്കോസിസ് മേ ഓൾസോ provide grounds for a defense under section 22 if they impair the ability to understand the nature of the act or its illegality at the time of commission of an offense. അപ്പൊ ഇത്തരത്തിലുള്ള അസുഖങ്ങളെല്ലാം എന്തിന്റെ അണ്ടറിൽ പെടുന്നുണ്ട്, ഈ പറയുന്ന ഇൻസാനിറ്റിയുടെ അണ്ടറിൽ പെടുന്നുണ്ട് എന്ന് ആണ് പറഞ്ഞു വെക്കുന്നത്. ദെൻ മറ്റൊന്നാണ് വോളണ്ടറി ഇൻടോക്സിക്കേഷൻ. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ്, ഇൻടോക്സിക്കേഷന്റെ ഭാഗത്തേക്ക് കടക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് ആണ് വോളണ്ടറി ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് alone does not serve as a defense under section 23 and 24 അല്ലെ. വോളണ്ടറി ഇൻടോക്സിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്വയം കുടിക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ വോളണ്ടറി ഇൻടോക്സിക്കേഷൻ സെക്ഷൻ 23ന്റെയും 24ന്റെയും ഡിഫൻസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല, ശരിയല്ലേ, അതിന്റെ അണ്ടറിൽ വരുന്നില്ല. പക്ഷെ however if prolonged voluntary intoxication results in a state of unsoundness of mind that affects the individual's ability to understand the nature of his actions or that his actions are wrong, he may be protected under section 22. So voluntary intoxication പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാ, സെക്ഷൻ 22 ആണ്, 23 അല്ല. 23 അകത്ത് വോളണ്ടറി ഇൻടോക്സിക്കേഷന്റെ പ്രൊട്ടക്ഷൻ ആണോ, അല്ല. അത് 23, 24 വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. സോ വോളണ്ടറി ഇൻടോക്സിക്കേഷന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സെക്ഷൻ 22 ആണ്. അതെങ്ങനെ കിട്ടുന്നേ, അത് കിട്ടുന്നത് പ്രൊലോങ്ഡ് വോളണ്ടറി ഇൻടോക്സിക്കേഷൻ, സ്ഥിരമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ സ്ഥിരമായിട്ട് മദ്യപിച്ച് അവരുടെ എന്താണ്, അവരുടെ ബുദ്ധിക്ഷയം വന്നു, ബോധക്ഷയം വന്നു, അൺസൗണ്ടഡ് ആയി. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ആക്ഷൻസിന്റെ നാച്ചർ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വാട്ട് ഈസ് റോങ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എന്തായി മാറിയത്, അത് അൺസൗണ്ടഡ് മൈൻഡഡ് ആയിട്ട് മാറി. അപ്പൊ അങ്ങനെ സെക്ഷൻ 22ന്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാം. പക്ഷെ അത് ഒരു പ്രാവശ്യം മാത്രം മദ്യപിക്കുന്ന, വോളണ്ടറി ഇൻടോക്സിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ക്രൈമുകൾക്ക് അല്ലാതെ കിട്ടുന്ന പ്രൊലോങ്ഡ് വോളണ്ടറി ഇൻടോക്സിക്കേഷനിലൂടെ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് പറയുന്നത്. The key is demonstrating that the intoxication has resulted in a condition akin to legal insanity. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ആ ഒരു ഇൻടോക്സിക്കേഷൻ, വോളണ്ടറി ഇൻടോക്സിക്കേഷൻ എവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അയാളെ ഒരു ലീഗൽ ഇൻസാനിറ്റിക്ക് ഉള്ള കണ്ടീഷൻസ് എല്ലാം അവിടെ എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു ഡിഫൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആർ വേഴ്സസ് ടാൻഡി എന്ന് പറയുന്ന ഒരു കേസ് 1989 എ വുമൺ ഹു വാസ് ആൻ ആൽക്കഹോളിക് killed her 11-year-old daughter
11 വയസ്സുള്ള പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നു, കൊലപാതകം ചെയ്യുന്നു. And after the daughter told her she was being abused by her stepfather, അവളെ എന്ത് ചെയ്യുന്നു, അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ ഡോട്ടർ എന്ത് ചെയ്യുന്നത്, കൊല്ലുന്നത്. On that day, the woman drank almost an entire bottle of vodka, which was stronger than what she was usually drank. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു, ആൽക്കോളിക് ആയിരുന്നു, പക്ഷെ അതിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഓഫ് വോഡ്ക ഉപയോഗിക്കുന്നു അന്ന്. She was found guilty of murder and argued that her alcoholism should reduce her liability. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, മർഡറിനെ ഗിൽറ്റി ആണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഡിഫൻസ് എടുക്കുകയാണ്. ആൽക്കോളിസം ആയിരുന്നു, പ്രൊലോങ്ഡ് ആൽക്കോളിസം വന്നു, അത് കാരണം തന്നെ ഇൻസാനിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ 22 പ്രൊട്ടക്ഷൻ കിട്ടണമെന്ന് പറയുന്നു, IPC 84 പ്രൊട്ടക്ഷൻ കിട്ടണമെന്ന് പറയുന്നു. ഓക്കെ, ദ ജഡ്ജ് എക്സ്പ്ലെയിൻ ദാറ്റ് ഫോർ ഹെർ ഡിഫൻസ് ടു സക്സീഡ്. ജഡ്ജ് പറഞ്ഞു ഇത് ആ ഡിഫൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഷീ ഹാഡ് ടു പ്രൂവ് ദാറ്റ് ഹെർ ആൽക്കോളിസം either severely impaired her judgment or that her drinking had become uncontrollable. അങ്ങനെ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, കുറച്ച് മുമ്പ് പറഞ്ഞ വോളണ്ടറി ഇൻടോക്സിക്കേഷനിലെ സെക്ഷൻ 22 പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ എന്തെല്ലാം വേണോ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വേണമെന്ന് പറയുന്നു. However, the court upheld her murder conviction because defendant showed she could still control her drinking. She chose a different drink that day, wasn't sure if she had drunk the day before, and even stopped drinking before finishing the bottle. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എവിഡൻസ് ഡിഫൻസ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതായത് അത് കാരണം കൺവിക്ഷൻ എന്ത് ചെയ്യുന്നു, അപ്ഹോൾഡ് ചെയ്യുന്നു, കൺവിക്റ്റ് ആണ് എന്ന് പറയുന്നു. കാരണം എന്താ, ഇവര് അന്ന് ദിവസം വേറൊരു ഡ്രിങ്ക് ആണ് ചൂസ് ചെയ്തത്. സ്ഥിരമായിട്ടുള്ള പ്രൊലോങ്ഡ് ഇൻടോക്സിക്കേഷനിൽ അവര് വോളണ്ടറി ഇൻടോക്സിക്കേഷനിൽ ഉപയോഗിക്കുന്ന ആ ടൈപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ അല്ല ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. മാത്രമല്ല അത് ഇതിനു മുമ്പ് കുടിച്ചിരുന്നോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തോ ബോട്ടിലെ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല. അപ്പൊ ഒരു സെർട്ടേണിറ്റി ഇല്ല. അപ്പോൾ ഈ പറയുന്ന സെക്ഷൻ 22 നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽഡ് ആണോ എന്ന് വെച്ചാൽ ഫുൾഫിൽഡ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈവൻ പ്രൊലോങ്ഡ് വോളണ്ടറി ഇൻടോക്സിക്കേഷൻ ഇൻസാനിറ്റിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൺവിക്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദെൻ ആർ വേഴ്സസ് ഹെന്നസി എന്ന് പറയുന്ന ഒരു കേസാണ്. ഹെന്നസി, എ ഡയബറ്റിക്, വാസ് ചാർജ് വിത്ത് ടേക്കിംഗ് എ മോട്ടോർ വെഹിക്കിൾ വിത്തൗട്ട് കൺസെന്റ് ആൻഡ് ഡ്രൈവിംഗ് വൈൽ ഡിസ്ക്വാളിഫൈഡ്. At the time, he had not taken his insulin and was suffering from hyperglycemia, high blood sugar, അല്ലെ, which caused him to enter a state of automatism. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ അന്ന് ഇൻസുലിൻ എടുത്തില്ല, ഇൻസുലിൻ എടുക്കാതെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, വണ്ടി ഓടിക്കുന്നു വിത്തൗട്ട് കൺസെന്റ് ഇല്ലാതെ എന്ത് ചെയ്യുന്നു, മോട്ടോർ വെഹിക്കിൾ ഓടിക്കുന്നു. ഇവിടെ ഇഷ്യൂ എന്താണ്, കുഡ് ഹിസ് കണ്ടീഷൻ കോസ്ഡ് ബൈ എ ഫെയിലിയർ ടു ടേക്ക് ഇൻസുലിൻ. ഇദ്ദേഹം ഇൻസുലിൻ എടുത്തില്ല എന്നുള്ള ആ ഒരു ഫെയിലിയർ കാരണമുണ്ട് എമൗണ്ട് ടു ഓട്ടോമാറ്റിസം എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്നുള്ള അറിവില്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു സ്വയം ബോധത്തോടു കൂടിയിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെ ആയിട്ടുണ്ട്, സ്വയം അങ്ങനെ ചെയ്യാത്തത് കൊണ്ട്, സ്വയം ഇൻസുലിൻ എടുക്കാൻ ഫെയിലിയർ ആയതുകൊണ്ട് ഓട്ടോമാറ്റിസത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഓർ ഇൻസാനിറ്റി അണ്ടർ മാക്നോട്ടർ റൂൾ പ്രകാരം ഇൻസാനിറ്റിയുടെ ടെസ്റ്റ് പാസ്സാവുമോ എന്നുള്ളതാണ് ഇഷ്യൂ. The court held that his condition was due to an internal cause, his ഡയബറ്റീസിന്റെ ഇന്റേണൽ കോസ് കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്, ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. സോ ഇറ്റ് ഫെൽഡ് അണ്ടർ ഇൻസാനിറ്റി, നോട്ട് ഓട്ടോമാറ്റിസം. ഇത് ഓട്ടോമാറ്റിസം അല്ല, പക്ഷെ ഇൻസാനിറ്റി എന്നുള്ളതിന്റെ അണ്ടറിൽ എന്ത് ചെയ്യാം, കൊണ്ടുവരാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഡിസീസ് ഓഫ് മൈൻഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ഇന്റേണൽ മെന്റൽ സ്റ്റേറ്റിന്റെ ഒരു ഇഷ്യൂ ആണെങ്കിൽ, ഇപ്പം ഇൻസുലിൻ എടുക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇന്റേണലി ആണ് അല്ലെ, ഇന്റേണലി അങ്ങനെ ഒരു ഇൻസാനിറ്റി, ടെമ്പററി ഇൻസാനിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാം, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതെന്താണ്, അത് ഇൻസാനിറ്റി തന്നെയാണ്. ദ കേസ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ഇഫ് ദ കോസ് ഓഫ് ദ ഡിഫറെന്റ് മെന്റൽ സ്റ്റേറ്റ് ഈസ് ഇന്റേണൽ, ദ കറക്റ്റ് ഡിഫൻസ് ഈസ് ഇൻസാനിറ്റി ആണ്. ഇഫ് ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ആണ് എങ്കിൽ ഇറ്റ് മേ ബി ഓട്ടോമാറ്റിസം ആണ് എന്നുള്ള രീതിയിലാണ് ആർ വേഴ്സസ് ഹെന്നസി എന്ന് പറയുന്ന ഒരു കേസിലൊക്കെ അതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിസവും അതുപോലത്തെ ഇൻസാനിറ്റിയെയും ഡിഫൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ്, അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന കേസ് ലോ ആണ് ആർ വേഴ്സസ് ഹെന്നസി എന്ന് പറയുന്നത്. ദെൻ ഇത്രയാണ് സെക്ഷൻ 22 ഒരുപാട് കേസ് ലോസ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നേരെ സെക്ഷൻ 23 നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സെക്ഷൻ 23 എല്ലാ സെക്ഷനകത്തും ഇത്രയധികം കേസ് ലോസ് നമ്മൾ പറഞ്ഞു പോയില്ല. ഇത് കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ലോസ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഇത്രയധികം കേസ് ലോസ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇനി നേരെ എന്ത് ചെയ്യാണ്, സെക്ഷൻ 23 കടക്കണം. 23 ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇൻടോക്സിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ, പഴയ IPCയുടെ 85 ആണ്. എന്തൊക്കെയാണ് അതിന്റെ കീ എലമെന്റ്സ്?
Act of incapable of judgment by reason of intoxication caused against his will. Okay, meaning എന്താണ്? An act is not an offense if ഈ ഒരു ഡിഫൻസ് എപ്പോഴാണ് കിട്ടുന്നത്? ഒഫൻസ് അല്ലാണ്ടാവുന്നത് എപ്പോഴാ? ഇഫ് ദ പേഴ്സൺ വാസ് ഇൻടോക്സിക്കേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ഇറ്റ്. ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പേഴ്സൺ എന്തായിരിക്കണം? ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കണം. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻടോക്സിക്കേഷൻ he was incapable of knowing the nature of the act or that it was wrong or contrary to law. അത് നമ്മുടെ ഇൻസാനിറ്റിയിൽ പറഞ്ഞ അതേ കാര്യം. ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻസാനിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ എന്താണ്? ഹി വാസ് ഇൻകേപ്പബിൾ ഓഫ് നോവിങ് ദ നാച്ചർ ഓഫ് ദ ആക്ട് ഓർ ദാറ്റ് ഇറ്റ് വാസ് റോങ് ഓർ കോൺട്രറി ടു ലോ എന്ന് നമ്മൾ പഠിച്ചല്ലോ. അതേ സാധനം ഇവിടെ കൊണ്ടുവന്നിടുന്നു. ഇൻടോക്സിക്കേഷൻ കാരണം കൊണ്ട് എന്താണ്? ഹി വാസ് ഇൻകേപ്പബിൾ ഓഫ് നോവിങ് ദ നാച്ചർ ഓഫ് ദ ആക്ട് ഓർ ദാറ്റ് ഇറ്റ് വാസ് റോങ് ഓർ കോൺട്രറി ടു ലോ ആൻഡ് ദ ഇൻടോക്സിക്കേഷൻ വാസ് കോസ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് വിൽ. അവരുടെ വില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് അപ്ലൈ ചെയ്യുന്നത്. വിത്തൗട്ട് ഹിസ് നോളജ്, അവരുടെ അറിവില്ലാതെയോ അല്ലെങ്കിൽ വില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ടോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെ. ദ ഇൻടോക്സിക്കേഷൻ വാസ് കോസ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് വിൽ ഓർ വിത്തൗട്ട് ഹിസ് നോളജ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് കിട്ടുന്നത്. ഈ കണ്ടീഷൻസ് എന്താ? ദ പേഴ്സൺ മസ്റ്റ് ബി കംപ്ലീറ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ആക്ട് ഡ്യൂ ടു ഇൻടോക്സിക്കേഷൻ. ആ എന്താണോ ആള് ചെയ്യുന്ന ആക്ട് അത് കംപ്ലീറ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. അത് ചെയ്യുന്ന കാര്യം ഒട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കണം. The intoxication must have been voluntarily. The intoxication must have been voluntarily. The substance was given without his knowledge. Involuntarily, voluntarily അല്ല, involuntarily. അത് ഇൻവോളണ്ടറിലി ആയിരിക്കണം, അഗൈൻസ്റ്റ് ഹിസ് വിൽ ആയിരിക്കണം അല്ലെ. ഇൻവോളണ്ടറിലി ആയിരിക്കണം, വളണ്ടറിലി ആവരുത്. ഇൻടോക്സിക്കേഷൻ must have been involuntarily. That is, the substance was given without his knowledge or faced upon him. Clear അല്ലേ? This defense does not apply if the person voluntarily consumed alcohol or drugs. നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, ഇത് voluntarily consume ചെയ്തിട്ടുള്ള ആൽക്കഹോൾ ആണ് അല്ലെങ്കിൽ ഡ്രഗ്സ് ആണെങ്കിൽ ഈ ഒരു ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 23യുടെ ഡിഫൻസ് കിട്ടുന്നില്ല. സോ എക്സാമ്പിൾ എന്താണ്? A drink is secretly mixed with a strong intoxicated by another person. In that state, A commits an act not knowing that he is doing അല്ലെ. അപ്പം അത്തരത്തിൽ ഒരാൾ സീക്രട്ട്ലി ഒരു ഡ്രിങ്കിലേക്ക് എന്തൊക്കെയോ കലർത്തി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാൾ എന്തോ ചെയ്യുന്നു, അയാളുടെ വില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് അയാൾ ഇൻവോളണ്ടറി ആണ് അത് ചെയ്തത്. സോ എന്താണ് ചെയ്യുന്നത് എന്നുള്ള അറിയാനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്യുന്നു. A is not guilty because the intoxication was without his knowledge and he lacked awareness. But if a voluntary drinks alcohols and commits a crime ആണെങ്കിലോ അത് തിരിഞ്ഞു. A cannot claim this defense as he chose to intoxicate himself. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് മനസ്സിലായല്ലോ. ആ ഇൻഗ്രീഡിയൻസ് ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അത്? ഈ ഡിഫൻസ് കിട്ടില്ല. ക്ലിയർ അല്ലേ? സോ ലീഗൽ പ്രിൻസിപ്പിൾ എന്താ? ഓൺലി ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ ഗിവ്സ് പ്രൊട്ടക്ഷൻ ബിക്കോസ് ഇറ്റ് റിമൂവ്സ് ദ കപ്പാസിറ്റി ഫോർ ജഡ്ജ്മെന്റ്. ആ മെൻസറിയ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. Voluntary intoxication does not excuse criminal acts. Voluntary intoxication എന്ത് ചെയ്യുന്നില്ല? ക്രിമിനൽ ആക്ടുകളെ എക്സ്ക്യൂസ് ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? സോ പർപ്പസ് എന്താണ്? ടു പ്രൊട്ടക്ട് പേഴ്സൺ ഹു ആക്ട് വിത്തൗട്ട് ഫ്രീ വിൽ ഓർ അണ്ടർസ്റ്റാൻഡിംഗ് ഡ്യൂ ടു ഫോഴ്സ്ഡ് ഓർ ആക്സിഡന്റൽ intoxication and to distinguish between genuine incapacity and self-induced irresponsibility. അപ്പോ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കും. സെക്ഷൻ 24 അതിന്റെ ഒരു ബാക്കി പത്രം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് എന്ത് ചെയ്യാം? സെക്ഷൻ 24 നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 23 വരെ നമുക്ക് ഇവിടെ പഠിച്ചു നിർത്താം. പഠിപ്പിച്ച അത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് റിവൈസ് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ലോസ് വരുന്നതൊന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അത് വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കുക. പേരുകൾ വീണ്ടും വീണ്ടും ഓർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഓൾ.